ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു പോർക്ക് ചാപ്സ്. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ. പോർക്ക് ചാപ്സിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ പോർക്ക് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്ന കഷ്ണങ്ങളാണ്. ഇച്ചിരി മുഴുത്ത കഷ്ണമായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിരിക്കുന്നത് 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങ, പിന്നെ നമ്മൾ ചെറിയുള്ളി 250 ഗ്രാം നല്ല ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കടുക്, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഇത്രയും സാധനമാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യമേ നമ്മൾ പോർക്ക് ഒരു കുക്കറിലോട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ഇച്ചിരി മസാലയൊക്കെ ഇട്ടാണ് വേവിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്, 1 നാരങ്ങയുടെ നീര്, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 20 മിനിറ്റ് ഈ കുക്കറിൽ തന്നെ ഒരു 20 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഒരു 4 വിസിലടുപ്പിച്ച് എടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. 4 വിസിലടിച്ച് നമ്മളൊരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. പോർക്ക് വെന്തോന്നൊന്ന് നോക്കാം. പോർക്ക് ഏകദേശം വെന്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഗ്രേവിക്കകത്ത് കിടന്ന് സെറ്റായിട്ട് വന്നോളൂ. നമുക്ക് പോർക്ക് ചാപ്സിനുള്ള മസാല റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 പിഞ്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നമ്മൾ 100 ഗ്രാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒരു 100 ഗ്രാം ചേർത്ത് കൊടുക്കുന്നു. പച്ചമുളക് ഒരു 4 പച്ചമുളക് നടുവെ പൊളന്ന് വെച്ചിരിക്കുന്നതായിരുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ചെറിയുള്ളി 250 ഗ്രാം ചെറിയുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്നു. സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയുള്ളി ഇത്രയും ചേർക്കുന്നതുകൊണ്ട് അധികം സവോളയുടെ ആവശ്യമില്ല. ഒരു 3 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ചെറിയുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. കുരുമുളക് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പെരുംജീരകപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗരം മസാല 1 ടീസ്പൂൺ ചേർക്കുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കാം. മസാലയിലേക്ക് നമുക്ക് പോർക്ക് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കും. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് നമുക്ക് പോർക്ക് ഇച്ചിരി കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിടിച്ച് വരട്ട്. ശകലോടെ ഒന്ന് വേകാനുണ്ട്. വേവിച്ചെടുക്കാം. 20 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ചെറു തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം.
ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വരണം, എന്നാലേ അതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റിങ് വരുള്ളൂ. നമുക്കൊരു 20 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഗ്രേവിയൊക്കെ നല്ല വറ്റി, തേങ്ങാപ്പാലും എല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സ്വല്പം കുരുമുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില തീ ഓഫാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ അതങ്ങ് ചേർത്ത് കൊടുക്കുക. പോർക്ക് ചാപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ ക്ഷണിക്കാം. കുറേ ദിവസം കൂടെ ഷെഫിൻ്റെ പുതിയൊരു പരീക്ഷണം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നമുക്കുണ്ട്. ചെറുപുള്ളി അരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഗ്രേവി സൂപ്പറാട്ടോ, അടിപൊളി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.